നമസ്കാരം. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് ഹാൻവീവ് ചെയർമാനും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ TK ഗോവിന്ദൻ മാസ്റ്ററാണ്. ഹാൻവീവ് വലിയ പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. കൈത്തറി മേഖലയിൽ ആകെ നിലനിൽക്കുന്ന പ്രതിസന്ധിയാണ് ഹാൻവീവിനെയും ബാധിച്ചത്. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? ഇത് തരണം ചെയ്യാൻ എന്തൊക്കെ വഴി തേടേണ്ടി വരും? ഹാൻവീവ് ചെയർമാൻ ആകുന്നതിനു മുമ്പ് ക്ലേ ആൻഡ് സെറാമിക്സിൻ്റെ ചെയർമാനായിരുന്നു TK ഗോവിന്ദൻ മാസ്റ്റർ. ഹാൻവീവിനേക്കാൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു ആ ഘട്ടത്തിൽ ക്ലേ ആൻഡ് സെറാമിക്സ് ലിമിറ്റഡ് ഉണ്ടായിരുന്നത്. ആ സ്ഥാപനത്തെ ലാഭത്തിലാക്കിയാണ് TK ഗോവിന്ദൻ മാസ്റ്റർ പടിയിറങ്ങിയത്. ആ മാജിക് തന്നെയാണ് ഹാൻവീവും പ്രതീക്ഷിക്കുന്നത്. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? സ്കൂൾ യൂണിഫോം പദ്ധതി വലിയ പ്രതീക്ഷയോടെയാണ് ഹാൻവീവ് നടപ്പാക്കിയത്. പക്ഷേ ആ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് എത്താൻ ഹാൻവീവിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഹാൻവീവ് ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് എത്താൻ കാരണം? എങ്ങനെ ഇത് തരണം ചെയ്യാൻ കഴിയും? ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്കായി ഹാൻവീവ് എന്തൊക്കെയാണ് കരുതി വച്ചിട്ടുള്ളത്? ഈ കാര്യങ്ങളൊക്കെയാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗോവിന്ദൻ മാസ്റ്റർ. ഓണമാണ്. ഓണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ റിബേറ്റ് സെയിലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഉപഭോക്താക്കൾക്കായി ഹാൻവീവ് ഈ ഓണത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഹാൻവീവ് ഈ ഓണത്തിന് വൈവിധ്യമാർന്ന മെറ്റീരിയൽ വിൽപ്പനക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഷർട്ട് പീസുകൾ, ബെഡ്ഷീറ്റുകൾ, അതുപോലെ തന്നെ ഡബിൾ മുണ്ട്, ഓണം മുണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളിപ്പോൾ ഇവിടെ വിൽപ്പനക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എക്സിബിഷനുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ് എക്സിബിഷൻ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ കൈത്തറി സ്ഥാപനങ്ങൾ കൂടി നമ്മൾ ഈ എക്സിബിഷനിൽ എക്സിബിറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 സ്ഥലത്താണ് കേരളത്തിൽ, ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കണ്ണൂരും. ഈ 2 സ്ഥലത്ത് എക്സ്പോകൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് ഈ ഓണത്തിനോടനുബന്ധിച്ചിട്ട്. അതിൽ നമ്മുടെ കേരളത്തിലെ കൈത്തറിയുടെ ഉൽപ്പന്നങ്ങളുണ്ടാവും, കേരളത്തിന് വെളിയിലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങളും അതിൽ എക്സിബിഷനിലുണ്ടാവും. അതിലേറ്റവും നിലവാരമുള്ള കൈത്തറി എന്ന് പറയുന്നത് കേരളത്തിലെ കൈത്തറി, വിശേഷം കണ്ണൂർ കൈത്തറിയാണ്. കണ്ണൂർ കൈത്തറിക്കാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത്. അതിൽ ഹാൻവീവ് യാതൊരു വിധത്തെ കലർപ്പും ഇല്ലാത്ത രീതിയിൽ ആണ് കൈത്തറി നെയ്ത്ത് നടത്തുന്നത്. കാരണം ഹാൻവീവിനായ തൊഴിലാളികൾ വെച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന നൂലിൽ തൊഴിലാളി ഉൽപ്പാദിപ്പിച്ച് അത്തരം സാധനങ്ങൾ മാത്രമാണ് ഹാൻവീവിൻ്റെ ഷോറൂമിലൂടെ വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് കൈത്തറി ഉൽപ്പന്നങ്ങളിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നത് ഒന്ന് നമ്മളെ കൈത്തറി തൊഴിലാളി ഈ സഹകരണ സംഘങ്ങളോ ഹാൻവീവുമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഹാൻവീവിൻ്റെ പ്രൊഡക്ട്സിന് ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓണത്തിന് ആണ് സാധാരണയായിട്ട് ഈ റിബേറ്റുള്ള ഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടാവുക. അതിലേറ്റവും കൂടുതൽ ടൈം വരുന്നത് ഓണത്തിനാണ്. ഗവൺമെൻറ് ഏകദേശം ഒരു വർഷം 56 ദിവസം റിബേറ്റ് അനുവദിക്കുന്നുണ്ട്, ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടിയ സമയം വരുന്നത് ഓണമാണ്. അതുകൊണ്ട് ഓണത്തിനാണ് വലിയൊരു സെയിൽസ് സാധാരണയായിട്ട് നടക്കുക. അതിനനുസരിച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നമ്മൾ സ്റ്റാളിൽ സ്റ്റോക്ക് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിൽ കേരളത്തിലെ കൈത്തറിയുണ്ട്, അത് നല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള കൈത്തറി സംഘങ്ങളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങി ഞങ്ങളെ സ്റ്റോളിലൂടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വലിയ തോതിലുള്ള മത്സരമാണ് വിപണിയിൽ. ഈ നമ്മൾ മാഷ് പറഞ്ഞതുപോലെ ഈ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അത്രയും ചെലവും വരും. അപ്പോൾ ഈ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾക്ക് അല്പം വിലയും കുറയും.
അപ്പോൾ നമ്മുടെ ഹാൻഡ് വീവിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ച് കൂടുതലായിരിക്കും. അത് നിങ്ങൾ മായം കലർത്താതെ ഇങ്ങനെ തൊഴിലാളികളെ വെച്ച് നെയ്തുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായി വരികയാണ്. അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ ശരിക്കും? തീർച്ചയായും ബാധിക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു നിഗമനമാണ്. അതായത് നമ്മുടെ തൊഴിലാളി കൈകൊണ്ട് നെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, കൈത്തറി നെയ്ത്ത് ഉൽപ്പന്നങ്ങൾ. അതൊരു തൊഴിലാളി കൂടി വന്ന ഒരു 5 മീറ്റർ 4 മീറ്റർ 5 മീറ്റർ ഒക്കെയാണ് അവർക്ക് നെയ്യാൻ ഒരു ദിവസം ഫുള്ളായി നെയ്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ കൂലി കൊടുത്ത് നമ്മളെ കോട്ടൻ്റെ കോസ്റ്റും ഡൈയിങ് കോസ്റ്റും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വലിയ കോസ്റ്റായിരിക്കും. അതിനേക്കാൾ ചെറിയ വിലക്കാണ് മറ്റ് തുണിത്തരങ്ങൾ കൊടുക്കുന്നത്, പവർലൂം ഉള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു തൊഴിലാളി 5 മീറ്ററാണ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ പവർലൂമിൽ ഒരു തൊഴിലാളി ഉണ്ടായാൽ 100 മിഷ്യൻ പ്രവർത്തിപ്പിക്കാൻ പവർലൂമിന് സാധിക്കും. 100 മിഷ്യൻ പ്രവർത്തിക്കാൻ ഒരു തൊഴിലാളിയെ വേണം. ധാരാളം പവർലൂമിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിന് നമ്മൾ കൈത്തറിയുടെ ഒരു ഗുണം ഉണ്ടാവില്ല. കൈത്തറിക്ക് അതിൻ്റെ എന്താ വെച്ചാൽ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ പ്രകൃതിക്ക് ഇണങ്ങിയ വസ്ത്രമാണ്. ശരീരത്തിനും പ്രകൃതിക്കും മനസ്സിനും ഇണങ്ങിയ വസ്ത്രമാണ് കൈത്തറി വസ്ത്രം എന്ന് പറയുന്നത്. ആ ഒരു ഗുണം ഇതിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൈത്തറിയും ഖാദിയും ഒക്കെ പ്രചാരം കൊടുക്കാൻ ഗാന്ധിജി തന്നെ ഈ കൈത്തറി ഉപയോഗിക്കണമെന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞത് ഈ പ്രകൃതിക്കും മനസ്സിനും ഇണങ്ങിയ വസ്ത്രം എന്നുള്ള നിലക്കാണ്. അപ്പോൾ ആ നിലക്ക് കോസ്റ്റ് കൂടും ഇപ്പോൾ. പക്ഷെ അത് ഈട് നിൽക്കും, ശരീരത്തിനിണങ്ങിയതാണ്, മനസ്സിനിണങ്ങിയതാണ്, പ്രകൃതിക്കിണങ്ങിയതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഇത്തരം പവർലൂം എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ അത് ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാണോ വിൽപ്പന ശരിക്കും നടക്കുന്നത്? അത്തരം കാര്യങ്ങൾ നടക്കുന്നില്ലേ ശരിക്കും? അങ്ങനെ ഞങ്ങൾക്കത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ ഈ ഹാൻഡ് വീവിലൂടെ വിൽക്കുന്നതിന് ഈ ഹാൻഡ്ലൂം മാർക്കുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഹാൻഡ്ലൂം മാർക്കുണ്ട്. ആ ഹാൻഡ്ലൂം മാർക്കുള്ളത് ഹാൻഡ്ലൂമായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിലും കൃത്രിമങ്ങൾ ചിലയിൽ നടക്കുന്നുണ്ടെന്നൊക്കെ ഉണ്ട്. എന്നാൽ ഹാൻഡ് വീവും ഞങ്ങൾ കൈത്തറി സംഘങ്ങളൊന്നും അത്തരത്തിലുള്ള ഒരു കൃത്രിമം നടത്തുന്നില്ല. മറ്റ് ചില സംഘങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കൈത്തറി പറയപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒന്ന്, അവരും ഈ ഹാൻഡ്ലൂം മാർക്ക് അടിച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഹാൻഡ്ലൂം മാർക്കാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന രീതി. ഞങ്ങളത് ഒറ്റ നോട്ടത്തിൽ ഉപഭോക്താക്കൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയില്ല. ഒറ്റ നോട്ടത്തിൽ പവർലൂം ഏതാണ് ഹാൻഡ്ലൂം ഏതാണെന്ന് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളെ സാങ്കേതികമായിട്ട് ഇവരുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഹാൻഡ് വീവിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അതെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കാണുമ്പോൾ ഹാൻഡ്ലൂമിൻ്റെ വില കൂടുതലാണ്, മറ്റേ ഇത്ര വിലയില്ലല്ലോ എന്നുള്ള പ്രചരണത്തിന്റെ അടിസ്ഥാനം അതാണ്. പക്ഷെ ഗുണം കിട്ടില്ല. ഉറപ്പായും ഗുണം, അത് ഈ കൈത്തറിൻ്റെ ഗുണം വാങ്ങി ഉപയോഗിച്ചവർ. ഇപ്പോൾ ഞങ്ങളെ ഹാൻഡ് വീവ് സ്റ്റോർ റൂമിൽ നിന്നും ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുള്ള ആൾ 15 വർഷം കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തിരുവനന്തപുരം ഷോറൂമിൽ ചെന്നപ്പോൾ ഇംഗ്ലണ്ടിലുള്ളൊരു കക്ഷി 15 വർഷം ഇംഗ്ലണ്ടിൽ, അവർ പറഞ്ഞു ഞങ്ങൾ അന്ന് വാങ്ങിയ ആ കൈത്തി ഇന്ന് അതുപോലത്തെ 15 വർഷം അതുപോലത്തെ ബെഡ്ഷീറ്റ് അന്വേഷിച്ച് വന്ന് കുറേ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടാണ് അത് പോയത്. അപ്പോൾ അങ്ങനെ കൈത്തറിയുടെ ഗുണം തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പോൾ നമ്മൾ 15 വർഷം കൊണ്ട് ചിലപ്പോൾ 15 ബെഡ്ഷീറ്റ് വാങ്ങേണ്ടി വരും. അതിന് പകരം ഈ ഒരു ബെഡ്ഷീറ്റ് അല്ല, അത് ഒരു ബെഡ്ഷീറ്റ് 15 വർഷത്തിന് മാത്രമല്ല, അതിന്റെ ഗുണമേന്മയുണ്ട് അതിനനുസരിച്ച്, അതിൻ്റെ ഒരു സുഖം. അതെ, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ച് നോക്കിയാൽ. ഈ വൈവിധ്യവൽക്കരണത്തിലേക്കാണ് നമ്മൾ പിന്നീട് ഇനി കടക്കാനുള്ളത്. ഈ വസ്ത്രമേഖലയിൽ എന്തൊക്കെ വൈവിധ്യവൽക്കരണമാണ് നമുക്ക് നടപ്പാക്കാൻ കഴിയും? അതായത് ഈ നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ കേരള ക്ലേസിൻ്റെ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു കാര്യമാണത്. അതെനിക്കവിടെ ഇതൊക്കെ ചെയ്യാൻ ഇന്നിപ്പോൾ അതിനെ നല്ല ലാഭത്തിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുമ്പം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതായത് ഒരു നല്ല സിനിമ സംവിധായകൻ ഒരു സിനിമ എടുത്ത് അത് വിജയിച്ചാൽ അടുത്ത സിനിമ പോകുമ്പോൾ ആ ഒരു ടച്ചാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ അതും ഈ ആൻവിൻ്റെയും തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ മേഖലയിൽ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത് ഒന്ന്, ഈ ന്യൂജൻ വെച്ചിട്ടുള്ള ഫാഷൻ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിഫ്റ്റുമായിട്ടും അതുപോലെ തന്നെ IHDൻ്റെ ഫാഷൻ ഇവിടെ ഒരു ഫാഷൻ സ്റ്റുഡിയോ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഫാഷനുകൾ ഇറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരു കാര്യം അതാണ്, അതായത് ഇന്ന് പഴയ കൈത്തറിയുടെ രൂപത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ന്യൂജൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫാഷൻ തുണിത്തരങ്ങൾ ഇറക്കുക എന്നുള്ളതാണ്
നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈവിധ്യവൽക്കരണം, ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പ്രോജക്റ്റ്, കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് ഇട്ട് 8 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അത് മാർക്കറ്റിംഗ് കോംപ്ലക്സാണ്. അതിനകത്ത് പറയുന്ന അത്യന്താധുനിക സ്റ്റുഡിയോ ഉണ്ട്, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ ഏകദേശം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അത് വന്നു കഴിഞ്ഞാൽ അവിടെ വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിനുള്ള സ്ഥലങ്ങളുണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, ഇതെല്ലാം അതിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഒരു പുതിയ രീതിയായിട്ടും മറ്റ് കൈത്തറി സംഘങ്ങൾക്ക് കൂടി ഇതിനെ ആശ്രയിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്, ഈ കൈത്തറി ഇതിൻ്റെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് നമുക്ക് കുറേ പൈസ, ഇതിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് അതാണല്ലോ, ഗവൺമെൻറ് പൈസ തരാനുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അത് എല്ലാത്തിനെയും ബാധിക്കുന്ന പോലെ ഹാൻഡ് വീവിനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ഇപ്പം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അത് കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങാനുള്ള ഒരു പരിപാടി ഇപ്പം ഞങ്ങൾ നടത്തിയത് ഏകദേശം അതിൻ്റെ അന്തിമഘട്ടത്തിലായി വന്നിട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ വൈവിധ്യവൽക്കരണത്തിന് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ നൂല് വാങ്ങിക്കാനും വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അതിനെല്ലാം നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ വന്ന ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ഈ ഹാൻഡ് വീവിനെ ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നാണ്ട് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നതാണ്. ഇപ്പം ശമ്പളം കൊടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്, കൂലി കൊടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന വൈവിധ്യവൽക്കരണം എന്ന് പറയുമ്പോൾ പ്രധാനമായും ഈ തുണി ടെക്സ്റ്റൈൽ രംഗത്ത് നടത്താൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മൾ ഷോറൂമിലൊക്കെ ഇപ്പം തന്നെ നമ്മൾ ഈ ടെക്സ്റ്റൈൽ അനുബന്ധ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാനും അത് വിതരണം ചെയ്യാനുള്ള ആലോചന നടത്തുന്നത്. ഈ എന്താ പറയണ്ടത്, ഈ ഇതുണ്ടല്ലോ പശയൊക്കെ, അതുപോലെ തന്നെ നല്ല മണമുള്ള ഉൽപ്പന്നങ്ങൾ, കോട്ടൻ്റെ ഇതുണ്ടല്ലോ, അതൊക്കെ ഉൽപ്പാദിപ്പിക്കുക, അതൊക്കെ വിൽക്കാനുള്ള അത് ഒരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്, പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുണ്ട്. അത് നമ്മൾ മിനിസ്റ്റർ തന്നെ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എല്ലാത്തിൻ്റെയും ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു ഏർപ്പാടുകളെ കുറിച്ച് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹാൻഡ് വീവിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയും കൂടെ ഇപ്പോൾ കാഷ്യൂ കോർപ്പറേഷൻ, അതുപോലെ കയറ്, ഇതുപോലുള്ള മറ്റു സാധനങ്ങൾ അത് ഇവിടെയും അവരുടെ ഷോറൂമുകളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളും അങ്ങനെ വെച്ച് അതിനെ ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ ഉൽപ്പന്നങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷോറൂമുകളിൽ വിൽക്കുക എന്നുള്ള നിലയിലെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രമാത്രം വിജയിക്കുന്നുണ്ട് കഴിഞ്ഞാൽ കുറേ വിൽപ്പന നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഹാൻഡ് വീവ് പ്രധാനമായും കേന്ദ്രീകരിക്കേണ്ട വിൽപ്പനയിലാണ്. വിൽപ്പന എന്ന് പറയുന്നത് പ്രൊഡക്ഷനെ ആശ്രയിച്ചിട്ടാണ്. അപ്പം പ്രൊഡക്ഷൻ വേണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഇത് വാങ്ങിക്കാനും മറ്റുമായിട്ടില്ല. ആ വർക്കിംഗ് ക്യാപിറ്റൽ ഇപ്പം നമുക്ക് അനുവദിച്ച് തരുന്നുണ്ട്. ഇപ്പം വരാൻ വേണ്ടി പോകുന്നു. വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ വൈവിധ്യവൽക്കരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ക്ലേ ആൻഡ് സെറാമിക്സിൽ ഒട്ടേറെ സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ ഹാൻഡ്ലൂമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൈത്തറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു പരിമിതി ഉണ്ടോ? അതിൽ നിന്ന് മാറി നമുക്ക് വൈവിധ്യവൽക്കരണത്തിൻ്റെ കാര്യം, അത് ഈ ഹാൻഡ് വീവ് എന്നുള്ള ഒരു കൈത്തറി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റി നമുക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് മേഖലകളിലേക്ക് കൂടി കടക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ മാഷുടെ മനസ്സിലുണ്ടോ? അതിൽ പരിമിതിയുണ്ട്. എന്താ പരിമിതി വെച്ചാൽ ഇത് തികച്ചും ടെക്സ്റ്റൈൽ അധിഷ്ഠിത വ്യവസായമാണ്. ടെക്സ്റ്റൈൽ അധിഷ്ഠിത വ്യവസായം അതുപോലെ തന്നെ ഇതിന് ആവശ്യത്തിന് അത്രയധികം ഭൂമിയും നമുക്കില്ല. അതിന് 10-200 ഏക്കർ ഭൂമിയുണ്ട്. ഇതിന് അത്രയും ഭൂമിയൊന്നുമില്ല. അവിടെ എന്ത് വേണം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് ഉണ്ട്. ഇവിടെ അത്രയില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ 10-35 ഷോറൂമുകൾ നമുക്കുണ്ട്, സെൻറ്ററുകളുണ്ട്, അതുപോലെ തന്നെ 3 റീജിയൻ ഓഫീസും ഒരു ഹെഡ് ഓഫീസും. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇതുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പറയുന്ന മറ്റ് രീതിയിലേക്ക് പോകുന്നതിനുള്ള പരിമിതി ഇതിനുണ്ട്. അപ്പോൾ ഇതിന് ടെക്സ്റ്റൈലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വൈവിധ്യവൽക്കരണമേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഈ ഹാൻഡ് വീവ് എന്ന് പറയുന്നത് സ്ഥാപിച്ചത് തന്നെ, കോർപ്പറേഷൻ രൂപീകരിച്ചത് തന്നെ കൈത്തറി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അപ്പോൾ കൈത്തറി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം വളരെ പ്രതിസന്ധി നേരിടുന്നുണ്ട്, കൈത്തറിയും നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് ഈ കൈത്തറി തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം സ്കൂളുകൾക്ക് സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് കൈത്തറി ഉൽപ്പന്നമായിരിക്കണം തീരുമാനിച്ചു. വലിയ എതിർപ്പുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. പക്ഷേ അത് CM എടുത്തിട്ടുള്ള ഒരു ശക്തമായ നിലയുണ്ട്. അത് ഇതിൽ യൂണിഫോം വിതരണം ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യം കൈത്തറി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുകൂടിയാണ്
എന്നത് പറഞ്ഞുകൊണ്ട് കൈത്തറി തൊഴിലാളികൾക്ക് ഇപ്പോൾ യൂണിഫോം കൊടുക്കുന്നത് കൈത്തറി യൂണിഫോമാണ്. അതിൽ 60% ആകെ കൊടുക്കുന്നതിൽ 60% കൊടുക്കുന്നത് ഹാൻഡ് വീവാണ്, ബാക്കി വരുന്നത് ഹാൻഡെക്സോ ആണ്. ഈ 2 സ്ഥാപനങ്ങളാണ് ഈ യൂണിഫോം കൊടുക്കുന്നത്. ആ യൂണിഫോമിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഡൈയിങ് ചാർജും ലേബർ ചാർജും എല്ലാം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. എല്ലാം ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ കൈത്തറിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ യൂണിഫോം പദ്ധതി ആവിഷ്കരിച്ചത്. അതുകൊണ്ടാണ് കുറേ ആൾക്ക് ഈ രംഗത്ത് ഇപ്പോൾ തൊഴിലുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് അധികം പോരില്ല. ഇതിൽ നമ്മളിപ്പോൾ മന്ത്രിതലത്തിലും മറ്റും ഞങ്ങൾ മീറ്റിങ്ങുകളിലൊക്കെ ആലോചിച്ചപ്പോൾ നമുക്ക് ഈ കൈത്തറി രംഗത്ത് ഈ പറയുന്ന യൂണിഫോം മാത്രമായി ചുരുങ്ങിയാൽ പോരാ, മറ്റ് രീതിയിൽ ആധുനിക രീതിയിലുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിലേക്ക് കൈത്തറി തൊഴിലാളികളെ മാറ്റണം. അവർക്ക് ആവശ്യമായ ട്രെയിനിങ് അവർക്ക് അതുമാതിരി കൊടുക്കണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ പുതിയ ഉൽപ്പന്നങ്ങൾ, അത് നേരത്തെ പറഞ്ഞ മാതിരി ഈ NHDCൻ്റെ അതുപോലെ തന്നെ IHDD നമ്മൾ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിലൊക്കെ സഹായത്തോടെ പുതിയ ഫാഷനുകൾ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാപ്തി പരിശീലനം നമ്മൾ തൊഴിലാളികൾക്ക് കൊടുക്കണം. അതിപ്പോൾ ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ട്. അതിന് 2-3 നാൾ അത് സംബന്ധിച്ച് പഠിക്കുന്നതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രംഗത്തൊരു ആധുനികവൽക്കരണം നടക്കും. പഴയ കൈത്തറി സങ്കല്പത്തിൽ നിന്ന് മാറി ഒരു ആധുനികവൽക്കരണം, ന്യൂ ജൻ താല്പര്യമുള്ള അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ആധുനികവൽക്കരണം നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് തന്നെയാണ്, വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സ്കൂൾ യൂണിഫോം പദ്ധതി നടപ്പാക്കിയത്. ആ നടപ്പാക്കുമ്പോൾ അതൊരു ഹാൻഡ് വീവിന് ഇപ്പോൾ നോക്കുമ്പോൾ അതൊരു ബാധ്യതയായി മാറാൻ തുടങ്ങിയിട്ടുണ്ടോ? കാരണം പ്രതീക്ഷിച്ചത്ര ലാഭം അതിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഹാൻഡ് വീവിന് അത് ഒരു ബാധ്യത എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഹാൻഡ് വീവിന് ഇപ്പോൾ 2000-ഓളം തൊഴിലാളികളുണ്ട്. ഹാൻഡ് വീവിൻ്റെ തൊഴിലാളികൾ കൃത്യമായി പറഞ്ഞാൽ 1950 തൊഴിലാളികൾ, രജിസ്റ്റേർഡ് തൊഴിലാളികൾ ഹാൻഡ് വീവിനുണ്ട്. അതിൽ 60% ഒരു 70% യൂണിഫോമാണ് നെയ്യുന്നത്, ബാക്കി മാത്രമേ ഡൊമസ്റ്റിക് നെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് യൂണിഫോം ഇല്ല, ഈ തൊഴിലാളിക്ക് തൊഴിലുണ്ടാവില്ല. അപ്പോൾ ആ തൊഴിലാളിക്ക് തൊഴിൽ ലഭിക്കുന്നത് യൂണിഫോം ഉള്ളതുകൊണ്ടായില്ലേ അവർ ഈ 60-70% വരുന്നവർക്ക് നമ്മൾ വേറെ തൊഴിൽ കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞത് ന്യൂജൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പരിശീലനം കൊടുക്കണം, ആളുകളെ പരിശീലനം കൊടുക്കണം. എല്ലാ കാലത്തും ഈ യൂണിഫോം നെയ്യുന്നവരായി എന്നാ പറയാം. യൂണിഫോം നെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് 2 ചവിട്ടുന്ന ഇതുകൊണ്ട്, മറ്റേതാകുമ്പം കുറച്ച് പണിയുണ്ട്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് തൊഴിലാളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പരിശീലനം കൊടുക്കണം അവർക്ക്. അങ്ങനെ പരിശീലനം കൊടുത്തുകൊണ്ട് ആധുനികവൽക്കരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആധുനികവൽക്കരണത്തിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഓണത്തിന് വലിയ തോതിലുള്ള സെയിൽ ഒക്കെ ലക്ഷ്യമിടുമ്പോൾ ആവശ്യത്തിനുള്ള തുണിത്തരങ്ങൾ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം, യൂണിഫോമിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, മറ്റ് ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ പോകുന്നു. അത് നിങ്ങളെ ശരിക്കും ബാധിക്കുകയല്ലേ ചെയ്യുക? അത് ശരിയായൊരു ചോദ്യമാണ്. അതായത് യൂണിഫോം ഉൽപ്പാദനം നമ്മുടെ ഡൊമസ്റ്റിക് ഉൽപ്പാദനത്തിന് ബാധിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം, നമുക്ക് ഈ ഡൊമസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നൂലും മറ്റും കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ ഈ 2000 തൊഴിലാളിയെ നമുക്ക് നമ്മൾ ആവശ്യത്തിന് അവരെ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ എന്ത് വേണം? അവർക്ക് ആവശ്യമായ നൂല് കൊടുക്കണം, അത് നെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കണം, നേരത്തെ പറഞ്ഞ അതിനോട് ഡിസൈൻ കൊടുക്കണം, ഇതൊക്കെ കൊടുക്കണം. അതിന് നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അതിനാണ് ഇപ്പം നമ്മളിപ്പം ഈ പറയുന്ന ലോണും മറ്റു കാര്യങ്ങളും എടുത്ത് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ രംഗത്ത് കടക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓണത്തിനോട് നടക്കില്ല. പക്ഷെ അടുത്ത വിഷു ആകുമ്പോഴേക്ക് ഒരു നല്ല രീതിയിലുള്ള മാറ്റം, ചേഞ്ച് നമുക്ക് ഈ രംഗത്ത് വരുത്താൻ പറ്റും. ഈ സർക്കാർ നൽകുന്ന തുക, അത് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നടത്തിപ്പിന് ആവശ്യമായ ഒരു തുകയായി കിട്ടുന്നുണ്ടോ? അത് വലിയ തുച്ഛമായ തുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ? നിങ്ങൾ വലിയൊരു നഷ്ടം അത് എത്തുന്നുണ്ടോ? അത് നടത്തിപ്പിന് വേണ്ടുന്ന തുക തരുന്നില്ല ഗവൺമെന്റ്. ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നൂലിന്റെ തുക ഗവൺമെന്റാണ് കൊടുക്കുന്നത്. ഡൈയിങ് ചാർജ് ഈറോഡിൽ നിന്നാണ് ഡൈ ചെയ്യുന്നത്, സേലത്ത് നിന്ന് ഈറോഡിൽ നിന്നാണ് ഡൈ ചെയ്യുന്നത്. അവിടെ ഡൈയിങ് ചാർജ് കൊടുക്കുന്നത് ഗവൺമെന്റാണ്. നമ്മൾ തൊഴിലാളികൾ നെയ്തു കൊടുക്കുന്നേ ഉള്ളൂ, അതിന്റെ കൂലിയും ഗവൺമെന്റാണ് കൊടുക്കുന്നത്. പിന്നെ ഹാൻഡ് വീവിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുപോയി ഡൈ ചെയ്ത് തുണിയായി കൊണ്ടുവന്ന് ഈ പറയുന്ന സ്കൂളുകളിലേക്ക് എത്തിക്കുക. ട്രാൻസ്പോർട്ടിംഗ് ആണ് ആക്ച്വലി ഹാൻഡ് വീവ് ചെയ്യുന്നത്. അതിനുള്ള ചാർജ് ഹാൻഡ് വീവിന് കിട്ടുള്ളൂ. തൊഴിലാളിൻ്റെ കൂലി നേരിട്ട് അവർക്ക് പോകുന്നതാണ്. തൊഴിലാളിൻ്റെ കൂലി അവർക്ക് നേരിട്ട് പോകും. ഡൈയിങ് ചാർജ് അവിടത്തേക്കും പോകും. പിന്നെ ഹാൻഡ് വീവിന് ലഭിക്കുന്നത് ഈ ട്രാൻസ്പോർട്ടിങ് ചാർജാണ്.
ആ ഇനത്തിലാണ് നമുക്ക് പൈസ കിട്ടാനുണ്ട്. നമ്മൾ എത്തിച്ചു കൊടുത്താൽ അത് 2-3 കോടി റുപ്യ നമുക്ക് കിട്ടാനുണ്ട്. അതിലും കിട്ടാനുണ്ട്. അത് കിട്ടാനുണ്ട്, എത്തിച്ചു കൊടുത്ത പൈസ കിട്ടാനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾക്ക് നൂലും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ എത്രയോ ഇരട്ടി ലാഭത്തിലേക്ക് ഈ ഹാൻഡ് വേവിനെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റും ആ രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ആലോചിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി ഹാൻഡ് വേവിൻ്റെ ആൻഡെക്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അന്നേരം വെച്ചൊരു സജഷൻ ഉണ്ട്. അത് ഈ പറഞ്ഞത്, അതായത് ഈ ഇതെല്ലാം ഗവൺമെന്റ് കൊടുത്ത് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്തോളാം, തുണിത്തരം ഗവൺമെന്റ് വാങ്ങിച്ചോളൂ, തുണി നമ്മൾ ഉൽപ്പാദിപ്പിക്കുക, നൂലായാലും ഡൈയിങ് ആയാലും എല്ലാം ചെയ്ത് തുണി നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യം മൂലധനം നമ്മൾ കണ്ടെത്തണം. അത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് മൊത്തമായി ഗവൺമെന്റ് ഏറ്റെടുക്കും, ഗവൺമെന്റ് പൈസ തരും. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഒരു ആലോചന നടത്തണം എന്നിപ്പോൾ മുഖ്യമന്ത്രി സജഷൻ തന്നെ വെച്ചിട്ടുണ്ട്. അതേപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടും. അതിൽ അങ്ങനെയാണെങ്കിൽ ഇന്നത്തേക്കാൾ ലാഭം കിട്ടും. കാരണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മൾ തന്നെ നൂല് വാങ്ങി കൊടുക്കുന്നത്, നമ്മൾ തന്നെ കൂലി കൊടുക്കുന്നത്, അത് ഗവൺമെന്റ് എടുക്കുന്ന പൈസ നമുക്ക് തരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്നിപ്പോൾ ചർച്ച ചെയ്തപ്പോൾ ഇന്നലെ ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഈ കൈത്തറി ഇതിൻ്റെ. അപ്പോൾ ആ മീറ്റിങ്ങിലും ഈ ഒരു സജഷൻ വന്നിട്ടുണ്ട്. അതേപ്പറ്റി ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഈ ഓണത്തിന് ആവശ്യമായ സ്റ്റോക്ക് ഇല്ലാത്ത ഒരു പ്രശ്നം നേരിടുന്നുണ്ടോ? കാരണം ഈ യൂണിഫോമിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് തന്നെ മറ്റ് തുണിത്തരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം, അത് നിങ്ങളെ ശരിക്കും ഈ ഓണക്കാലത്തല്ലേ ബാധിക്കുക? അതെ, അതിൽ സ്റ്റോക്കിൽ കുറവുണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക് കുറവെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്ത് കഴിഞ്ഞ വർഷവും ഉള്ള സ്റ്റോക്ക് തന്നെയാണ് ഇപ്പോൾ തോട്ടുന്നത്. പുതുതായിട്ട് നമ്മൾ മുണ്ട് മറ്റു കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റോക്കിൽ വരും. അതിന് പുറമെ നമ്മൾ മറ്റ് കൈത്തറി സംഘങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള കൈത്തറി സൊസൈറ്റികളുണ്ട്. ഇപ്പോൾ അത്തരമുള്ള സൊസൈറ്റികളിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി നമ്മൾ സ്റ്റോക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കിൽ അതുപോലെ മറ്റ് സ്റ്റേറ്റിലെ കൈത്തറി സംഘങ്ങളുണ്ട്. അവർ ഈ ഓണം മാർക്കറ്റ് കണ്ടിട്ട് അവർ തന്നെ നമ്മളെ സ്റ്റാളുകളിൽ സാധനങ്ങൾ കൊണ്ടുവെക്കാനും വിൽപ്പന നടത്തി അവർ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന സംവിധാനത്തെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഷോറൂമിൽ ഇത്തവണ കുറേ സാധനങ്ങളുണ്ടാവും, വെറൈറ്റീസുള്ള സാധനങ്ങളുണ്ടാവും. മറ്റ് സൊസൈറ്റികളുടെ സാധനം ഉണ്ടാവും, നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ഉണ്ടാവും, മറ്റ് സംസ്ഥാനങ്ങളിലെ സൊസൈറ്റികളുടെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഷോറൂമുകളിൽ വെറൈറ്റി ഉണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം കുടിശ്ശികയാണ്. 5 മാസത്തിലധികം കുടിശ്ശിക, ഏതാണ്ട് 6 മാസത്തെ കുടിശ്ശികയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. ജീവനക്കാർ വലിയ തോതിലുള്ള പ്രയാസം പറയുന്നുണ്ട്, പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. അവർ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്രതിസന്ധി ഉള്ളത് തന്നെയാണ്. അതായത് നമ്മൾക്ക് ഏകദേശം 13 കോടി ഉറുപ്പികയുടെ ബാധ്യത നമുക്കുണ്ട്. 11 കോടി ഉറുപ്പിക നമുക്ക് ഗവൺമെന്റിന് ലഭിക്കാനുണ്ട്. 11 കോടി. അപ്പോൾ പിന്നെ നമ്മുടെ സെയിൽസിലായി കഴിഞ്ഞാൽ നമുക്കത് വലിയ ബാധ്യതയല്ല. പക്ഷെ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. അത് ഈ പിന്നെ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ, കൂലി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അതിനെയും ബാധിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രി ഞങ്ങളെ പ്രത്യേകിച്ച് വിളിച്ചു. എന്താ നിങ്ങളുടെ പ്രശ്നം, ഹാൻഡ് വീവിൻ്റെ പ്രശ്നം എന്താണ്, ആൻഡെക്സിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരെയും പ്രത്യേകമായി 2 മന്ത്രിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് CM ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അതിൽ ധനമന്ത്രിയുണ്ട്. ധനമന്ത്രിയോട് പറഞ്ഞു ഹാൻഡ് വീവിന് പണം കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓണത്തിന് മുമ്പായിട്ട് കുറേ കിട്ടുന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കിട്ടിയാൽ നമുക്ക് അത് തീർത്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഞങ്ങളെ ലോണൊക്കെ പാസ്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂലിയൊക്കെ അതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി, ശമ്പളവും കാര്യം എടുക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക ഇതിൽ മെറ്റീരിയൽസ് വാങ്ങാനും അതിന് ഡൈ ചെയ്യാനും അതിന് കൂലി കൊടുക്കാനും മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റാവശ്യങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ചെലവിനൊന്നും നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. 8 കോടി രൂപയാണ് അപ്പോൾ കിട്ടാൻ വേണ്ടി കേരള ബാങ്ക്. അത് കിട്ടിയാൽ ആ ആവശ്യത്തിന്. അപ്പോൾ അങ്ങനെ പക്ഷേ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയുന്നതാണോ? നിങ്ങളുടെ ഇന്നത്തെ പ്രതിസന്ധിയുമായി നോക്കുമ്പോൾ അവർ പറയുന്ന ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് പാലിച്ചു ആ പണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചേ പറ്റും. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ആ പണം വാങ്ങിയിട്ട് നമ്മൾ ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ചെലവിന് ഉപയോഗിച്ചാൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത കാര്യത്തിൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് തിരിച്ചടക്കാൻ കഴിയില്ല. അപ്പോൾ ആ ടേംസിൽ പറയുന്നത് നിങ്ങളിത് പ്രൊഡക്റ്റീവായ ആവശ്യത്തിന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ നൂല് വാങ്ങാൻ ഉപയോഗിക്കണം, കൂലി കൊടുക്കാൻ ഉപയോഗിക്കണം, അതിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വരുന്നത് നമുക്ക് നല്ലതാണ്. നമുക്ക് ആ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂല് വാങ്ങി കൂലി കൊടുത്ത് പുതിയ മെറ്റീരിയൽസ് ഉണ്ടാക്കി അത് നമുക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അത് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ കഴിയും.
ആ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ വിൽപ്പന ചെയ്താൽ നമുക്ക് അതിൻ്റെ പണം വരും, തിരിച്ചടവും കഴിയും. അല്ലെങ്കിൽ അതെടുത്ത് വേറൊരു ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ വെക്കുന്ന ടേംസ് അവർക്ക് തിരിച്ച് കിട്ടണം എന്ന് വെച്ചുള്ളത് ടേംസാണ്. അതേപോലെ തന്നെ അത് നമുക്ക് സ്വീകാര്യമാണ്. കാരണം സ്വീകാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചടവ് സാധിക്കുള്ളൂ. മറ്റാവശ്യങ്ങൾക്കെല്ലാം വേറെ പണം കണ്ടെത്തണം, സെയിൽസ് എന്നുള്ള പണം കണ്ടെത്തണം. ഈ നമ്മൾ നേരത്തെ ഈ സ്കൂൾ യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അത് ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടോ? ഈ നേരത്തെ മറ്റ് കമ്പനികളിൽ നിന്നൊക്കെയാണ് ഈ തുണികളൊക്കെ വന്നിരുന്നത്, അതൊക്കെ അവിടെ നിൽക്കുകയാണ്, അതിൽ അവർക്ക് പല കമ്മീഷനും ഒക്കെ കിട്ടുന്നുണ്ടാകും. പക്ഷെ അതൊക്കെ അവിടെ അടഞ്ഞു പോവുകയാണ്. ഈ ഹാൻഡ് വീവിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ച് ഉടക്കു വെക്കുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ടോ? അല്ല, അതിൽ പിന്നെ കോസ്റ്റ് കൂടുതലാണെന്നുള്ള കാര്യം ശരിയാണ്. കോസ്റ്റ് കൂടുതലാണ്, പറഞ്ഞ കൈത്തറിയാണ് കോസ്റ്റ് കൂടുതൽ. ഇതിനേക്കാൾ കുറഞ്ഞ കോസ്റ്റിന് യൂണിഫോം പിന്നെ സ്കൂളുകാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. മാത്രമല്ല അതിന് ലക്ഷ്യമുണ്ട്, ഈ മേഖലയിൽ തൊഴിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ കൈത്തറി ഉൽപ്പന്നങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കും, കൈത്തറി ഖാദി ഉപയോഗിക്കണമെന്ന് ഗവൺമെൻറ് ഒരു സർക്കിൾ ഇറക്കിയല്ലോ. അത് ഈ കൈത്തറി മേഖല സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ യൂണിഫോം എന്ന് പറയുന്നത് കൈത്തറി ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ വിലയെ കൊണ്ടൊക്കെയില്ല, ഈ കൈത്തറി തൊഴിലാളികളെ സംരക്ഷിക്കാൻ കൂടിയുള്ളതാണ്. എന്നാൽ അതിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ചില ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ അതിർത്തി ഉണ്ടാവാം. പക്ഷെ അത് കൈത്തറി തൊഴിലാളികളെ കൂടി സംരക്ഷിക്കാനുള്ള ഗവൺമെന്റ് പോളിസിയാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാർ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഈ കുടിശ്ശിക വരാനൊക്കെ കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു മെല്ലെപ്പോക്ക്, ഉദ്യോഗസ്ഥരുടെ ഒരു മെല്ലെപ്പോക്ക്, അത് സാങ്കേതികമായ പ്രശ്നമുണ്ട്. പക്ഷെ അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് മറ്റിപ്പോൾ യൂണിഫോമിന്റെ പൈസ നേരെ എഡ്യൂക്കേഷനിലാണ് കൊടുക്കുക. എഡ്യൂക്കേഷൻ എന്ത് വെച്ചാൽ അവർ ആവശ്യം കഴിഞ്ഞിട്ടാണ് നമുക്ക് തരിക. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇതിൽ വന്നപ്പോൾ അവർ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, മറ്റു കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ ഡയറ്റ് പണം കൊടുക്കുന്നുണ്ട്, ആ പൈസയിലേക്ക് കൊടുക്കും. യൂണിഫോം നമ്മുടെ അടുത്ത് വാങ്ങാതെ മറ്റ് സ്ഥാപനങ്ങളിൽ അവർ തന്നെ കൊടുക്കുന്നുണ്ട്, പണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വന്നപ്പോൾ നമ്മളിപ്പോൾ അത് ഒരാവശ്യം ഉന്നയിച്ചത്, അത് എഡ്യൂക്കേഷൻ കൊടുക്കാതെ നേരിട്ട് കൈത്തറി ഡയറക്ടർ കൊടുക്കണം. ഇപ്പൊ അത് ഓർഡറായിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മുഖാന്തരല്ലാതെ യൂണിഫോമിന്റെ പൈസ നേരിട്ട് കൈത്തറി ഡയറക്ടർ കൊടുക്കാനും അങ്ങനെ ഡയറക്ടർ മുഖാനും കൈത്തറിക്ക് ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ അത് അംഗീകരിച്ചോ? അവർക്ക് അവർ അംഗീകരിച്ചില്ല. അത് അങ്ങനെ വേണമെന്നുള്ള ചർച്ച ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇത് പിന്നെ പൈസ കിട്ടാത്ത കാലതാമസം വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് പരിഹാരമായിട്ടുള്ളത് എത്രയാണോ യൂണിഫോമിന് കൊടുക്കുന്ന പൈസ മുഴുവൻ എവിടെ കൊടുക്കും? കൈത്തറി ഡയറക്ടർ കൊടുക്കും. ഡയറക്ടർ തിരിച്ചു കൊടുക്കും. മറ്റത് എഡ്യൂക്കേഷനിൽ കൊടുത്ത് അതിൽ നിന്നൊരു വീതം ഡയറക്ടർ കൊടുത്ത് എന്നിട്ട് ഡയറക്ടർ നമുക്ക് തിരികെ. ഇനിയിപ്പോൾ എഡ്യൂക്കേഷനെ വിട്ട് നേരെ ഡയറക്ടർ കൊടുത്ത് നമുക്ക് തരും. അപ്പോൾ പെട്ടെന്ന് പൈസ കിട്ടാനുള്ള ഒരു സാധ്യത തെളിയുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ സാങ്കേതികത്വം ഒന്ന് കുറയും. അതുപോലെ തന്നെ ഇതിന്റെ ഈ പൈസ കൂട്ടണം എന്നുള്ളൊരു ആവശ്യം എന്തെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പം നമ്മൾ അതിന്റെ വില കൂട്ടണം എന്നുള്ള ഡിമാൻഡ് നമ്മൾ ചർച്ച ചെയ്തല്ലാതെ, പക്ഷേ ഇപ്പം നമ്മളത് ശക്തിയായിട്ട് ഉന്നയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ശക്തിയായി ഉന്നയിക്കാതില്ലെന്ന് വെച്ചാൽ, നമുക്ക് ഇതിനൊരു പരിമിതി നിശ്ചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്നാൽ ഇപ്പം നമുക്ക് നഷ്ടത്തിനാണ് നമ്മളിത് കൊടുക്കുന്നത്. വസ്തു പറഞ്ഞാൽ നമ്മൾ നഷ്ടത്തിനാണ് കൊടുക്കുന്നത്. അതിപ്പോൾ ഇന്നലെ നമ്മൾ ചേർന്ന മീറ്റിങ്ങിലും ആ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ നമുക്ക് തരുന്ന ഇതിൻ്റെ പിന്നെ ഇത് കൂലി ഇനത്തിലും മറ്റും ഇതിൽ തരുന്ന പൈസ കൂട്ടണം എന്നുള്ള ഡിമാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്ത് വരും എന്ന് വെച്ചാൽ, ഗവൺമെൻറ് തരിക 65 രൂപ 70 രൂപ വെച്ച് തരും, നമ്മൾ കൊടുക്കേണ്ട 90 രൂപ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നം ഇതിലുണ്ട്. അത് ഗവൺമെൻറ്റിനോട് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ പൈസ തരണം, ആ വ്യത്യാസം പരിഹരിക്കണം എന്നുള്ള ഡിമാൻഡ് ഇന്നലത്തെ മീറ്റിംഗിൽ പോലും ഉയർന്നു വന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു ബാധ്യതയായി ഇത് മാറാതിരിക്കാൻ സർക്കാർ അടിയന്തരമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയേ പറ്റൂ. തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ഗവൺമെൻറ് ഇത് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ കൈത്തറി സംരക്ഷിക്കാനാണല്ലോ. അപ്പോൾ അത് ഇതുമൂലം പിന്നെ കൈത്തറി തകരാൻ ഇടയാവാൻ പാടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എൻ്റെ ശ്രദ്ധയിലാക്കാനും പെടുത്തിയിട്ടത് പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നേരത്തെ ഒരു ചർച്ച ഉണ്ടായിരുന്നത് ഹാൻഡെക്സും ഹാൻഡ് വീവും, ഇത് രണ്ട് സമാന സ്വഭാവമുള്ള രണ്ട് സ്ഥാപനങ്ങൾ, അതിങ്ങനെ രണ്ട് സ്ഥാപനങ്ങളായി നിലനിൽക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു. അത് ലയനം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ പോയിരുന്നു എന്ന് കേട്ടിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് അതിന് തടസ്സം? ശരി, ആ വിഷയം ഞങ്ങൾ ഇന്നലെയും കൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് പക്ഷെ ഇതിനുള്ള ഒരു സാങ്കേതിക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹാൻഡെക്സ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയാണ്, ഒരു അപെക്സ് സൊസൈറ്റിയാണ് ഹാൻഡെക്സ് എന്ന് പറയുന്നത്. ഹാൻഡ് വീവ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കോർപ്പറേഷനാണ്.
ഇതിൻ്റെ മറ്റ് സാങ്കേതികമായ ഇത്തരം പ്രശ്നങ്ങൾ ഇതുണ്ട്. ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഇപ്പോൾ 2-3 നാളെ ഇന്നലെ നമ്മൾ ഒരു യോഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേത് ഈ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഹാൻഡെക്സ് ഒരേ സ്വഭാവത്തിൽ, ഹാൻഡ് വ്യൂ ഒരേ സ്വഭാവം, പക്ഷേ പിന്നെ ബിസിനസ് ഒരേ സ്വഭാവമാണെങ്കിലും അതിൻ്റെ ഘടന, ഓർഗനൈസേഷൻ വ്യത്യസ്തമാണ്. ശരിക്കും ഇത് രണ്ടും കൂടി ലയിച്ചു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലും മറ്റുമൊക്കെയുള്ള ചെലവ് നമുക്ക് ഷെയർ ചെയ്യാനും ഒരു പരിധിവരെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം അതിലുണ്ടാകില്ല. പക്ഷെ ജീവനക്കാരുടെ പ്രശ്നം ഉണ്ട് എന്ന് തോന്നുന്നു. ഈ രണ്ട് സ്വഭാവത്തിലുള്ള സൊസൈറ്റി കുറേ സാങ്കേതിക പ്രശ്നം ഉണ്ടാവും. അതെന്താ കാരണം? ഒന്ന്, സൊസൈറ്റിയുടെ ശമ്പള പാറ്റേണാണ്. പാറ്റേൺ വരുന്നത് സൊസൈറ്റിൻ്റെയാണ് ഹാൻഡെക്സ് എന്ന് പറയുന്നത്. മാത്രമല്ല അവരുടെയൊക്കെ പ്രത്യേകമായ ഭരണസമിതിയുണ്ട്. സൊസൈറ്റിക്ക് പ്രത്യേക ഭരണസമിതിയുണ്ട്. എന്നാൽ ഹാൻഡ് വ്യൂവിന് പ്രത്യേക പാറ്റേൺ. ഇത് ഗവൺമെൻറ് PSU ആണ് ഇതിലേക്കെല്ലാം നിയമനം നടത്തുന്നത്. അല്ല, PSC നിയമിക്കുന്നതിനാവും. PSU എന്നുള്ള നിലക്ക് PSC ആണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും ഗവൺമെൻറ് നിയന്ത്രണത്തിലുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസം ആ ഹാൻഡെക്സും ഹാൻഡ് വ്യൂവും തമ്മിലുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതിൻ്റെ സാങ്കേതികത എങ്ങനെയാണ് പരിഹരിക്കുക എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ 2-3 നാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. സമാനമായ രീതി തന്നെയാണ് ഖാദിയും. ഈ 3 വകുപ്പുകളും ഈ 3 ഡിപ്പാർട്ട്മെന്റുകളും യോജിച്ചാൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലേ? പക്ഷെ ഖാദി തികച്ചും വ്യത്യസ്തമാണ്. ഈ കൈത്തറിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഖാദി. ഒന്ന്, അത് ഖാദി ബോർഡ്, അത് സെൻട്രൽ ഖാദി ബോർഡുണ്ട്. അതിൻ്റേതായിട്ടുള്ള എയ്ഡും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അതുകൊണ്ട് ഈ ഖാദിയും കൈത്തറിയും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റാണ്. അത് വ്യത്യാസമാണ്. അതിൻ്റെ ഘടനയിലായാലും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും വ്യത്യാസമുണ്ട് ഖാദിയും കൈത്തറിയും തമ്മിൽ. അത് ഖാദി ബോർഡും കൈത്തറിയും ഒന്നും യോജിക്കാൻ കഴിയില്ല. 2 മെറ്റീരിയൽസിൻ്റെ വ്യത്യാസമാണ്, ഘടനയിലും വ്യത്യാസമാണ്. അത് സാധിക്കും. പക്ഷേ ഹാൻഡെക്സും ഹാൻഡ് വ്യൂവും ഒരേ സ്വഭാവമുള്ളതാണ്. അപ്പോൾ അതിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സാങ്കേതികത പരിഹരിച്ച് എങ്ങനെ നടത്താൻ കഴിയും. ഖാദി അതിൽ പെടുന്നില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ പോലും ഈ നിങ്ങളുടെ ഹാൻഡ് വ്യൂവിൻ്റെയും ഓഫീസിൻ്റെ കണ്ണായ ഒരു സ്ഥലം, ആ സ്ഥലം പുരാവസ്തു വകുപ്പിന് കൈമാറുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ താങ്കളല്ല ആ സമയത്ത് ചെയർമാൻ KP സഹദേവൻ ചെയർമാനായിരുന്ന കാലത്ത് അത് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ കേന്ദ്ര ടെക്സ്റ്റൈൽ വിഭാഗമാണെന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞ 8 കോടി രൂപയുടെ ഒരു കോംപ്ലക്സ് ഇവിടെ വരും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഹാൻഡ് വീവിൻ്റെ പ്രവേശന കവാടം അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഒരു ചരിത്രപരമായ മണ്ടത്തരം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ അതിനെ പറയാൻ കഴിയില്ല. കാരണം എന്താ പറയുക, അതൊരു സൗദ്ദേശപരമാണ് അത് ചെയ്തിട്ടുള്ളത്. സൗദ്ദേശം എന്ന് വെച്ചാൽ നമ്മളൊരു മ്യൂസിയം, കൈത്തറി മ്യൂസിയം ഇവിടെ തുടങ്ങിയ പുരാവസ്തു നിർമ്മിച്ചൊരു മ്യൂസിയം വെച്ച് കഴിഞ്ഞാൽ ആ മ്യൂസിയം ടൂറിസ്റ്റ് ഭൂപടത്തിൽ അത് വരും. അങ്ങനെ വരുമ്പോൾ ആ മ്യൂസിയത്തിൽ ആളുകൾ ധാരാളം വരുമ്പോൾ നമ്മളെ കൈത്തറി പ്രൊഡക്ട്സുകൾ വെക്കാൻ അത് അത്രയും ആയിട്ടില്ല എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ് ആയാൽ അത് ഗുണം ചെയ്യും. കാരണം കൈത്തറി പ്രൊഡക്റ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാം. നല്ല ആധുനിക രീതിയിലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ വെക്കുമ്പോൾ ഈ മ്യൂസിയത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾ നമ്മൾ കൈത്തറി പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൈത്തറിക്ക് അതൊരു പ്രൊമോഷനായി വരും, ആ മ്യൂസിയം പ്രൊമോഷനായിട്ട് വരും. പക്ഷെ ആ നിലയിലേക്ക് അത് മാറിയില്ല. അത് മാറിയാൽ അത് ഗുണം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടൊരു മണ്ടത്തരാണത് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു ഭൂമിയാണത്. അത് നമ്മൾ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ വൈവിധ്യവൽക്കരണത്തിന് ഏറ്റവും അനിവാര്യമായത് ഭൂമിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മ്യൂസിയം എന്ന ആ ഒരു കൺസെപ്റ്റ് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അതൊരു മ്യൂസിയമാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിൽ അത് പുരാവസ്തു വകുപ്പിന് കൈമാറാതെ ആ സ്ഥലം നിങ്ങളുടെ സ്വത്തായി തന്നെ നിലനിർത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലെങ്കിലും അത് ആ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വൈവിധ്യവൽക്കരണത്തിലേക്കെങ്കിലും പോകാൻ കഴിയുമായിരുന്നില്ലേ? പക്ഷെ അതിന് ഉദ്ദേശിച്ചത് ഇത് കണ്ണൂർ കൈത്തറിക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടല്ലോ. ആ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കൈത്തറിയുടെ ചരിത്രം പിന്നെ ഈ പറയുന്ന മ്യൂസിയത്തിൽ വെക്കുകയും ആ കൈത്തറിയുടെ ആകെ ചരിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കണ്ണൂർ കൈത്തറി മാറും. അത് സ്വാഭാവികമായിട്ടും അത് കൈത്തറിക്ക് ഗുണം ചെയ്യുക. അത് ഹാൻഡ് വീവിന് മാത്രമല്ല, പൊതുവേ കൈത്തറിയെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുന്നതിന് അത് പ്രയോജനം ചെയ്യും. അത് കൈത്തറി മേഖലക്ക് ആകെ ഗുണം ചെയ്യുന്നുള്ളതാണ്. അത് നമ്മളെവിടെ കയറുന്നില്ല, അത് മ്യൂസിയം കൊടുത്തതുകൊണ്ട് നമുക്കത് പ്രയോജനപ്പെടുത്താൻ നമുക്കാവണം.
അതിന് നമുക്ക് പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതി നമുക്ക് വേണം. ഇപ്പം നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് കോംപ്ലക്സ് അത് വന്നു കഴിഞ്ഞാൽ അത് കൈത്തറി നമ്മളെ തന്നെയാണ്, NVVൻ്റെ തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് 80% കേന്ദ്ര ഗവൺമെൻറ്, 20% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പോൾ കേന്ദ്ര സ്റ്റേറ്റ് പദ്ധതിയാണ്, പക്ഷെ അത് NVVൻ്റെ തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഈ മ്യൂസിയവും അതിന് ഗുണം ചെയ്യും. കാരണം ഇവിടെ നമ്മൾ അതിലേക്ക് വരുന്ന ആളുകളും ഇതിൽ വരുന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിന് മ്യൂസിയം വേറെ ഗുണം ചെയ്യും. മ്യൂസിയം ഈ ടൂറിസ്റ്റ് ഭൂപടത്തിൽ വരണം, ആ രീതിയിലേക്ക് അത് വന്നു കഴിഞ്ഞില്ല. വന്നു കഴിഞ്ഞ് ധാരാളം ടൂറിസ്റ്റുകൾ വന്നാൽ അത് NVVനും സഹായിക്കും. അതായത് നിങ്ങളുടെ ഉദ്ദേശം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് അത് എത്തിയില്ല, അത് വന്നില്ല. വരും അത് തുടങ്ങിയല്ലേ ഉള്ളൂ, വരുന്ന വിചാരിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വലിയ തോതിൽ എതിർപ്പുണ്ടായിരുന്നില്ലേ ആ ഘട്ടത്തിൽ? ജീവനക്കാരൊക്കെ വലിയ തോതിൽ എതിർപ്പ് ഉയർത്തിയ ഒരു സംഭവമായിരുന്നു ഈ ഭൂമി ഇങ്ങനെ കൈമാറുന്നതിന്. ആ ഭൂമി അങ്ങനെ കൈമാറുന്നതിന് പകരം ഈ ഹാൻവീവിൻ്റെ സ്വത്തായി അത് നിലനിർത്തിക്കൊണ്ട് അവിടെ ഒരു മ്യൂസിയം, അതിന് അനുബന്ധമായ ഒരു കോംപ്ലക്സ് എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ CITU യൂണിയൻ അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അത് ആ രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോയത്? അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. അത് അന്നത്തെ ഭരണസമിതി ഇതിന്റെ ഡെവലപ്മെന്റും ഇതിന് മറ്റു കാര്യം ആലോചിക്കുമ്പോൾ എങ്കിൽ അത് കൊടുക്കുമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. ഇതെല്ലാം ഓരോ സമയത്തും നമ്മളിപ്പോൾ ഒരു വൈവിധ്യവൽക്കരണത്തെ കുറിച്ച് ആലോചിക്കുന്നത്. അന്ന് ആലോചിച്ച പോലെയായിരിക്കും ഇന്ന് ആലോചിക്കുക. ഓരോ ഘട്ടത്തിലും ഓരോ ആലോചനയാണ് വരിക, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ വൈവിധ്യവൽക്കരണം അങ്ങനെ ഉണ്ട്. ഇപ്പോൾ അന്നത്തെ ഭരണസമിതി അതിന്റെ ഭാഗമായിട്ട് അത് മ്യൂസിയം തുറന്നാൽ അത് നമുക്കും കൂടെ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ മ്യൂസിയത്തിനെ വിട്ടുകൊടുത്തത്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് വൈവിധ്യവൽക്കരണം എന്ന് അതിനെ പറയാൻ പറ്റില്ല. അത് ഒരു കൈത്തറിയിലെ സ്ഥാപനം എന്നുള്ള നിലക്ക് NVV ഒരു കൈത്തറി മ്യൂസിയം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ പുരാതനമായിട്ട് പണ്ട് ബ്രിട്ടീഷ് കാലത്തൊക്കെ താമസിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പുരാവസ്തു പുരാവസ്തുവിന് വിട്ടുകൊടുത്തത് ഈ കൈത്തറിക്കും കൂടെ ഗുണം ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. ആ ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ മാഷിന്റെ മനസ്സിലില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അതല്ലേ ഞാൻ പറയാം, അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്ന് ആകുമ്പോൾ നമ്മൾ ആലോചന വേറെ ആലോചന വരിക. അന്ന് മറ്റൊരു രീതിയിലാണ് ആലോചിക്കുക. അന്ന് ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ എങ്ങനെയാണ് ആലോചിക്കാന്ന് ഇപ്പം പറയാൻ നമുക്ക് പറ്റില്ല. നേരത്തെ 2 മാസത്തെ ശമ്പള കുടിശ്ശിക ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇവിടെ ഈ നിങ്ങളുടെ കവാടത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജെയിംസ് മാത്യു ആണെന്ന് തോന്നുന്നു അന്ന് ഇതിന്റെ പ്രസിഡന്റ്. അദ്ദേഹം ഒരു കാര്യം ഈ പ്രസംഗമധ്യേ അദ്ദേഹം MDയെ തെണ്ടി എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രയോഗം മാഷ് ചെയർമാനായിരിക്കെ മാഷുടെ ഒരു മാനേജിംഗ് ഡയറക്ടറെ തെണ്ടി എന്ന് ഒരു CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് വിളിച്ചപ്പോൾ മാഷയ്ക്ക് എന്ത് തോന്നി? അത് ശരിയായിട്ടില്ല എന്ന് ജെയിംസ് തന്നെ പറയുന്നുണ്ട്. അതിൽ ഖേദം ജെയിംസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. MDയെ തന്നെ വിളിച്ചിട്ട് അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കവിഞ്ഞ ഒരു സ്ലിപ്പ് ഓഫ് ടാങ്ക് എന്നുള്ള നിലക്ക് വന്നതാണ്. അത് MDയെ തന്നെ വിളിച്ചിട്ട് അതിൽ ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. മറ്റേ ND ഇതിനൊന്നും ഉത്തരവാദിയല്ലല്ലോ, അയാൾ പുതുതായിട്ട് വന്നുള്ള ആളാണ്. അതിൽ ഖേദപ്രകടനം ജെയിംസ് തന്നെ നടത്തിയിട്ടുണ്ട്. ശരിയായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവണല്ലോ, അതുകൊണ്ടാണല്ലോ ഖേദപ്രകടനം നടത്തുക. പക്ഷെ അന്ന് 2 മാസത്തെ ഏതാണ്ട് 2-3 മാസത്തെ കുടിശ്ശിക മാത്രമാണ്. ഇന്ന് അതിന്റെ ഇരട്ടിയാണ്. അപ്പോൾ എന്താണ് ഈ ജീവനക്കാർ അവരെയൊക്കെ വിളിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ അവർ. അത് MDയെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ചെയർമാൻ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ വിറ്റ സാധനത്തിൻ്റെ പണം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ യൂണിഫോം കൊടുക്കൽ മാത്രമല്ല, മെഡിക്കൽ കോളേജുകൾ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ അതായത് തദ്ദേശ സ്വയംഭരണ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കോർപ്പറേഷൻ, ഇതിനൊക്കെ കൊടുക്കുന്ന കുറേ പണികളുണ്ട്. അത് കിട്ടുന്നില്ല. അത് കിട്ടാതിരിക്കാൻ കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അവർക്ക് കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ മുറക്ക് നമ്മൾ ഈ പ്രശ്നം കുറേ പരിഹരിക്കപ്പെടും. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയും. അതായത് ഒന്ന് കിട്ടാനുള്ള പണം നമുക്ക് കിട്ടുന്നില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് തരേണ്ട യൂണിഫോമിൻ്റെ പൈസയും മറ്റുമായിട്ടുള്ള ഗവൺമെൻറ് തരേണ്ടതും യഥാസമയം കിട്ടുന്നില്ല. ഇങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ അല്പം നീണ്ടുപോയിട്ടുണ്ട്. അത് ഈ കൈത്തറിക്ക് മാത്രമൊന്നുമല്ല, പല സ്ഥാപനങ്ങൾക്കും ആ പ്രതിസന്ധി വന്നിട്ടുണ്ട്. പക്ഷേ KSRTC ഒക്കെ ഇത്തരം പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ സർക്കാർ വലിയ തോതിലുള്ള സഹായം നൽകുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു സഹായം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതല്ലേ? അതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. KSRTCൻ്റെ എല്ലാം കോടാനുകോടിയുടെ വിഷയങ്ങളുള്ള സ്ഥാപനമല്ലേ. നമുക്ക് അത്രയൊന്നുമില്ല. നമുക്കാകെ ഉള്ളത് ഒരു 13 കോടിയുടെ വിഷയമല്ലേ നമുക്കുള്ളൂ.
ഗവൺമെൻറ് 11 കോടി തന്നാൽ തീരുന്ന വിഷയം നമ്മളതുള്ളൂ. അതുകൊണ്ട് KSRTC ഇതിനെ ഒരുപോലെ നമുക്ക് കണക്കൂട്ടില്ല. KSRTC മാസം 30 കൊടുക്കുന്നുണ്ട്. അവർ എത്രയോ കോടികൾ ബാധ്യതയുള്ളതാണ്. അത് വലിയ സ്ഥാപനമാണ്. നമുക്ക് അത്രയൊന്നും വേണ്ട. നമുക്ക് ചുരുങ്ങിയ പക്ഷം നമ്മൾ കിട്ടേണ്ട ഈ ചെറിയ പൈസ കിട്ടാത്ത നമ്മളെ പ്രശ്നം തീരും. അത് തരാൻ സംവിധാനം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതല്ലേ പറഞ്ഞത്, ഞങ്ങളെ വിളിച്ചിട്ട് 2 സ്ഥാപനങ്ങളുടെയും മേധാവികളെ വിളിച്ച് മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും, വ്യവസായ മന്ത്രിയും ധനമന്ത്രിയും CM വിളിച്ചു ചേർത്ത് ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു എന്താ NVVന് കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് ഈ ഓണത്തിന് മുമ്പേ തരാനുള്ള നടപടിക്രമമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നോക്കാം നമുക്ക്. എന്തായാലും ഈ CITU ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിയൻ. നിങ്ങൾ LDF ആണ് ഭരണം നടത്തുന്നത്. CITUവിന് തന്നെ ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നത് ഒരു CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ കൂടി ഇതിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ താങ്കൾക്കൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം അതിൽ തൊഴിലാളികൾ സമരം ചെയ്യും. കാരണം എന്താ വെച്ചാൽ 6 മാസം തൊഴിലാളി കൂലി കിട്ടിയില്ലെങ്കിൽ അവരെ സമരം ചെയ്യണ്ടേ. അവരെ സമരം ചെയ്യുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല. സമരം ചെയ്യണം. അവരെ ആവശ്യങ്ങൾ അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ അവർ സമരം ചെയ്യണം. അങ്ങനെ സമരം ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ് ശ്രദ്ധയിലും മാനേജ്മെൻറ്റ് ശ്രദ്ധയിലൊക്കെ തന്നെ അത് വരിക. അവിടെ സമരത്തിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. സമരം ചെയ്തോട്ടെ. ഈ നിരന്തരം ഇങ്ങനെ സമരം, നമ്മൾ നേരത്തെ ദിനേശിന്റെ കാര്യം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ദിനേശ് BD വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്നു. ദിനേശ് BD എന്ന് പറയുന്നത് CPMന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാക്ക് ബോൺ തന്നെയായിരുന്നു ആ ഘട്ടത്തിലൊക്കെ. ദിനേശ് പാർട്ടി ഓഫീസിലേക്ക്, CPMന്റെ ഓഫീസിലേക്കൊക്കെ മാർച്ച് നടത്തേണ്ട ഗതികേടിലേക്ക് ആ BD തൊഴിലാളികളൊക്കെ മാറുന്നു. അങ്ങനെയാണ് പിന്നീടാണ് ഈ വൈവിധ്യവൽക്കരണം ഒക്കെ വന്ന് ദിനേശ് ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ്. നമുക്ക് ഈ തൊഴിലാളികൾ CITU യൂണിയനിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ഇങ്ങനെ സമരത്തിന് ഇരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം, അത് വലിയ തോതിലുള്ള മാർച്ചൊക്കെ CPM ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്ന് ജീവനക്കാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ സർക്കാർ ഒരു 11 കോടിക്ക് ഇത്രയധികം ഇങ്ങനെ ഒരു മെല്ലെപ്പൊക്ക് നയം സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒരു ചോദ്യം പ്രസക്തമല്ലേ? മെല്ലെപ്പൊക്ക് സ്വീകരിക്കുന്നില്ല. അവര് ഗവൺമെൻറ്റിൻ്റെ പ്രയാസങ്ങളുണ്ടാവുമല്ലോ. ഓരോ ഹെഡിലും പൈസേൻ്റെ പ്രശ്നമല്ല. പണം ഇപ്പം റോഡിന് ചെലവ് ചെയ്യുന്നില്ലേ, മറ്റേ അതിന് ചെലവില്ലേ, അതെല്ലാം ഓരോ ഹെഡ് ചെലവ് ചെയ്യുന്നു. ആ എടുത്തിട്ട് ഇനി തരാൻ പറ്റില്ലല്ലോ. അതിൻ്റെതായ ഒരു നടപടിക്രമമുണ്ടല്ലോ. ഓരോ ഹെഡിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെലവ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഉള്ള കാലതാമസങ്ങൾ വരുന്നുണ്ട്. ആ കാലതാമസം പരിഹരിക്കണം തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തൊഴിലാളികൾ സ്വാഭാവികമാണ്, അവർ സമരം ചെയ്യണം. നമുക്കും നല്ല അവരെ സമ്മർദ്ദം ഉണ്ടാകുന്നത് നല്ല തന്നെയാണ്. ഈ നമ്മൾ താങ്കൾ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നിന്ന് മാറി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി LDFന് ഉണ്ടായി. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് സംസ്ഥാന ജീവനക്കാരുടെ ഒരു വോട്ട് ഇത്തവണ LDFന് കിട്ടിയിട്ടേ ഇല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഏറ്റവും പ്രബലമായ സംഘടന NGO യൂണിയനാണ്, KSTA ആണ്, അതുപോലെ തന്നെ CITU യൂണിയനുകളാണ്. ഇതൊക്കെ ആകുമ്പോൾ പോലും ജീവനക്കാരുടെ ഒരു 70% ഈ LDFനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഇത്തവണ വോട്ട് അത് പാടെ മാറുന്ന ഒരു സാഹചര്യം, വലിയൊരു അതൃപ്തി ഈ ജീവനക്കാർക്കിടയിൽ ആകെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് വിലയിരുത്തുന്നുണ്ടോ നിങ്ങളൊക്കെ? അത് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ജീവനക്കാരുടെ പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് പോസ്റ്റ് ബാലറ്റിൻ്റെ കണക്കിലാണല്ലോ. പോസ്റ്റ് ബാലറ്റിൻ്റെ കണക്ക് നോക്കിയാൽ നമുക്ക് വലിയ കുറവൊന്നുമില്ല, ഭൂരിപക്ഷം നമുക്ക് തന്നെയാണ്. എന്നാൽ ഈ പറയുന്ന അസംതൃപ്തിയൊക്കെ ബാധിച്ചത് അത് ഞങ്ങൾ പാർട്ടിനെ പരിശോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ജീവനക്കാർക്ക് പണം DA കൊടുക്കാൻ പറ്റാതെ വന്നത്, കൂലി കൊടുക്കാൻ പറ്റാതെ വന്നത്, പെൻഷൻ കൊടുക്കാൻ പറ്റാതെ വന്നത്, ഇത്തരത്തിലുള്ള അതൃപ്ത ജനവിഭാഗത്തിനെ ഗവൺമെൻറ്റിനെതിരെ തിരിച്ചുവിടാൻ മാധ്യമങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് യഥാർത്ഥത്തിൽ തരേണ്ട സമയത്ത് അർഹതപ്പെട്ട് തരാതിരുന്നപ്പോൾ ഇത് ഡിലേ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട്. കാരണം ഇതെന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് DA കൊടുക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് നെയ്ത്ത് കൂലി കൊടുക്കുന്നില്ല, അത് കൊടുക്കാൻ കഴിയാതിരിക്കുന്നത് കേന്ദ്രത്തിലെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടത്, ഔദാര്യമൊന്നുമല്ല, അർഹതപ്പെട്ടത് തരുന്നില്ല, കടമെടുക്കാൻ വിടുന്നില്ല, കിഫ്ബി പോലും ഗവൺമെൻറ്റിൻ്റെ കടത്തിൽ പെടുത്തുകയാണ്. ഇങ്ങനെ വന്നപ്പോൾ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിയിട്ടാണ് ഇത്രയും ഡിലേ വന്നത് എന്ന് മനസ്സിലാക്കാൻ അവർ തയ്യാറായില്ല. മനസ്സിലാക്കിക്കുന്നതിൽ നമുക്കും പരാമർശമുണ്ടാവും. അത് ചിലപ്പോൾ നമുക്കെതിരായി വോട്ടായി മാറിയിട്ടുണ്ടാവണം തന്നെ നമ്മൾ കരുതുന്നത്.
ഈ കിഫ്ബിയുടെ കാര്യം പറയുമ്പോൾ കിഫ്ബി വലിയ തോതിൽ ഫണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വലിയ തോതിൽ ഫണ്ട് ചെലവാക്കുകയാണ്. പക്ഷേ കിഫ്ബി അതൊന്നും നമുക്കൊരു ഇൻകം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു മുതൽ മുടക്കായി മാറുന്നില്ല. ശരിക്കും ഈ കിഫ്ബിയുടെ ഫണ്ട് ഇത്തരം ഈ ഹാൻഡ് വീവ് ഉൾപ്പെടെയുള്ള ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു കൈത്താങ്ങ് കിഫ്ബി പോലുള്ള ഇത് സംവിധാനങ്ങൾ നൽകിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതൊരു തുണയാകും, അത് ലാഭത്തിലേക്ക് പോകാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും ഒരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രയാസം തന്നെയാണ്. അതെ, അങ്ങനെ പറഞ്ഞുകൂടാ. എന്താ അറിയോ, നമ്മൾ ചെലവിയുന്ന ഗവൺമെന്റ് ചെലവിയുന്ന എല്ലാ ഫണ്ടും പ്രത്യുൽപാദനപരമല്ല, തിരിച്ചു കിട്ടുന്നതല്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്ത് നമ്മൾ എത്ര പൈസ ചെലവിന്ന് അതിപ്പോൾ തിരിച്ചു കിട്ടുന്നുണ്ടോ ഗവൺമെന്റിന്? പിന്നെ ആരോഗ്യ രംഗത്ത് എത്ര പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ സേവന രംഗത്ത് കൊടുക്കുന്ന പണം തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ തിരിച്ചു കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതിൽ ഇപ്പോൾ കിഫ്ബിക്ക് ഈ തരത്തിൽ കൊടുക്കാം, അങ്ങനെ കൊടുക്കുന്നുണ്ട് ചിലതിന്. കിഫ്ബി നിങ്ങൾ ഈ പറയുന്ന മേഖലയിലും കിഫ്ബി പണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൊടുക്കുന്ന പണം തിരിച്ചു കിട്ടും. ഇപ്പോൾ റോഡിൻ്റെ എല്ലാം വിഷയം അങ്ങനെയാണ്. റോഡിൻ്റെ എല്ലാം വിഷയം ഭാവിയിൽ തിരിച്ചു കിട്ടും. അതേപോലെ ട്രോളിലൂടെ മറ്റും തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പണം തിരിച്ചു കിട്ടുന്ന പണമുണ്ട്, തിരിച്ചു കിട്ടാത്ത പണമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ തിരിച്ചു കിട്ടില്ല, അത് തികച്ചു സേവനമാണ്. അപ്പോൾ ഇത്തരം ചില മേഖലകളുണ്ട്. എന്നാൽ കിഫ്ബി തിരിച്ചു കിട്ടുന്ന മേഖലയിലും പണം കൊടുക്കുന്നത് തിരിച്ചു കിട്ടാത്ത മേഖലയിലും. കിഫ്ബിയെ സമീപിച്ചിരുന്നോ ഹാൻഡ് വീവ്? ഇല്ല, അത്തരം ഒരു ചർച്ച നമുക്ക് നടത്തിക്കൂടാ. നമ്മൾ ആദ്യം തന്നെ കിഫ്ബി ഈ രീതിയിൽ പണം ഹാൻഡ് വീവിന് പോലുള്ള പണം കിഫ്ബി കൊടുക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹാൻഡ് വീവിന് ഇപ്പോൾ കുറേ കാലമായി തുടർച്ചയായി നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നം. ഇപ്പോൾ ഞങ്ങൾ ചില ബാങ്കുകളൊക്കെ സമീപിച്ചപ്പോൾ നമ്മളെ ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നോക്കിയപ്പോൾ നഷ്ടത്തിലാണ്. അതുകൊണ്ട് ബാങ്കുകൾ നമുക്ക് തരാൻ മടിക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കേരള ബാങ്കിനെ സമീപിച്ചത്. കേരള ബാങ്കാണ് പിന്നെ നമുക്ക് തരാം എന്ന് പറഞ്ഞു. അത് ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്നാൽ തരാം എന്ന് പറഞ്ഞു. ഗ്യാരണ്ടി നിന്നു. ആ ഗ്യാരണ്ടി നിൽക്കാൻ തന്നെ 1 വർഷം 1.5 വർഷത്തിലെടുത്തു. എന്താ കാരണം എന്ന് വെച്ചാൽ അപ്പോഴൊക്കെ എല്ലാം തരാം ഗവൺമെൻറ് പറഞ്ഞു, 2 മിനിസ്റ്ററും പറഞ്ഞു നിങ്ങൾ മേടിച്ചോ ഗ്യാരണ്ടി നിൽക്കാം. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഓർഡർ വന്നത്. ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുന്ന പണവും ഗവൺമെൻറ് വായ്പാ പരിധിപ്പെടുത്തുന്നു പറഞ്ഞപ്പോൾ ഗവൺമെൻറ് എല്ലാ ഗ്യാരണ്ടി നിർത്തി. അങ്ങനെയാണ് നമുക്ക് ഡിലേ വന്നത്. ഇപ്പോൾ തരാൻ വേണ്ടി സമ്മതിച്ച് ഓർഡർ ഇറങ്ങി. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പുതുതായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് മാഷ്ടെ മനസ്സിലുണ്ട്? നേരത്തെ പറഞ്ഞ ആ ന്യൂജൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അതും പ്ലസ് എന്തൊക്കെയാണ് നമുക്ക് പുതുതായിട്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഈ മാർക്കറ്റിംഗ് കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അതിൽ ചെയ്യാൻ പറ്റും. അതിലൊന്ന് ഈ പറയുന്ന സ്റ്റുഡിയോ ഉണ്ട്, പരിശീലനമുണ്ട്, അതിലൊക്കെ ഉള്ള മേഖലയിൽ ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഈ ടെക്സ്റ്റൈൽ അനുബന്ധ ഉൽപ്പന്നങ്ങളുണ്ട്, ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം ചിലക്കിലൊക്കെ സ്റ്റാർച്ച് ഉൽപ്പാദിപ്പിക്കുന്നില്ലേ, നമുക്കത് ചെയ്യാൻ പറ്റും. നല്ല പിന്നെ സ്മെല്ലുള്ള നല്ല മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പം സോപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അലക്കപ്പൊടി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഒന്നേ പറ്റുള്ളൂ, ടെക്സ്റ്റൈലിനോടനുബന്ധിച്ചുള്ളതേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള എന്തെല്ലാം പ്രൊഡക്ട്സ് എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഒരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു പിന്നെ ഏതൊക്കെ സാധനം നമുക്ക് പറ്റും, എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് തടസ്സമായിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ മേഖലയിലേക്ക് കടക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ നമ്മുടെ ഷോറൂമുകൾ നല്ല തുണി പ്രദർശിപ്പിക്കുകയും ആ തുണിക്ക് സംരക്ഷണം നൽകുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വിതരണം ചെയ്യാനും കഴിയും. അതിൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ആ പ്രൊഡക്ട്സ് നമ്മൾ വിതരണം ചെയ്യാൻ മാത്രമല്ല മറ്റ് മേഖലയിലേക്ക് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഉജാല മറ്റേ അത് ഇത് ഇതെല്ലാം പറഞ്ഞ് പോകുന്നുണ്ടല്ലോ, അതിനേക്കാളൊക്കെ നമുക്ക് വിശ്വാസത്തിലുള്ള സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കും. അത്തരം ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അത് നമുക്ക് നെയ്ത്ത് മേഖലയിലെ തൊഴിലാളികളെ തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയും പറ്റും. അവന് അത്ര പണിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് തൊഴിലില്ലാത്ത ആളുകളെ ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ക്ലേസ് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവരാൻ പറ്റും, ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റ് മേഖലയിലേക്ക് നമ്മൾ മാറുമ്പോൾ തൊഴിലില്ലാത്ത തൊഴിലാളികൾ, തൊഴിൽ ചെയ്യാൻ കഴിയാത്തവർ, അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത്ര വളരെ വൈകിപ്പോയോ മാഷി? ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതിൽ വലിയ കാലതാമസം നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു. ഇത് നമ്മൾ ഈ ഹാൻഡ് വീവ് സ്ഥാപിച്ച് 1968 എൻ്റെ ഓർമ്മ മനസ്സിലാക്കുന്നത്. 68 ഇത് ആരംഭിച്ചതിന് ശേഷം കേവലം തുണി നൂല് വാങ്ങി നെയ്ത് തുണി ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളെ ചിന്ത പോയില്ല. ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. അവിടുന്ന് നമ്മൾ ഇതിന് ഏതൊരു വ്യവസായത്തിനായാലും ഏതൊന്നിനായാലും ഒരു ആരംഭം, ഒരു ഉയർച്ചയും ഒരു തകർച്ചയുണ്ട്. നമ്മളെപ്പോൾ ഈ തകർച്ചയെ കാണണം. നല്ല കാലം മാത്രം കണ്ടാൽ പോരാ. ഈ വ്യവസായത്തിനൊരു തകർച്ച വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്കതിന് മറികടക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് മുൻകൂട്ടി കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല, മുൻകൂട്ടി കാണാൻ കഴിയണം. അത്
ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം ഇത് എന്തായാലും ഒരു വ്യവസായം പിടിച്ചിപ്പോൾ നമ്മളെ പരമ്പരാഗത വ്യവസായം അങ്ങനെ ബീഡി, പിന്നെ കയറ്, ഇങ്ങനെ പലതും നോക്കിയാൽ കാണാമല്ലോ. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ അതിലുള്ള തൊഴിലാളികളെ സംരക്ഷിക്കണമെങ്കിൽ ഇതേ വ്യവസായം ഇതേപോലെ തുടർന്നുകൊണ്ടാവില്ല എന്ന രീതിയിൽ നേരത്തെ ചിന്തിക്കണമായിരുന്നു. അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ട് വൈവിധ്യമായിട്ട് അന്നേ ആലോചിക്കണമായിരുന്നു. അന്ന് ആരും അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വളരെ വൈകിപ്പോയി വളരെ വൈകിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം നമുക്ക് വളരെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ തൊഴിലാളികൾ സമരം ചെയ്യുന്ന അവസ്ഥ, നെയ്ത്ത് തൊഴിലാളികൾ ദിനം ദിനം വിളിക്കുക, അവരെ വിളി കേൾക്കുമ്പോൾ വിഷമം. കാരണം വെച്ചാൽ ശരിയല്ലേ, 6 മാസം കൂലി കിട്ടാതെ ഒരു തൊഴിലാളി എന്താ ചെയ്യുക? അവരോട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? നമുക്ക് അവരെ വികാരത്തോടൊപ്പം നിൽക്കലേ പറ്റുള്ളൂ. ഈ കസേരയിൽ അത്ര സന്തോഷത്തോടു കൂടി അല്ല ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷക്കുറവ് തന്നെയാണ്, അത് വളരെ വിഷമമുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മളിപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തിട്ടില്ല, ഇപ്പോൾ നമ്മളുടെ ഒരു ഡിസ്കഷനൊക്കെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ഈ ലോൺ ഗ്യാരണ്ടി ചെയ്യുന്നത്, അതുപോലെ തന്നെ പൈസ നടപടി സ്വീകരിച്ച് ഇതെല്ലാം കൂടെ വരുമ്പം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. മുമ്പോട്ട് പോയാലും നമ്മൾ തൽക്കാലം ശമ്പളം കൊടുത്ത് കാര്യങ്ങൾ പരിഹരിച്ചാൽ പോരാ, ഭാവിയെക്കുറിച്ച് കാണണം. അതേക്കുറിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പോകുമ്പം എന്തെങ്കിലും ഒരു ഭാവിയിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇവരെന്ത് പറയും, പോയാൽ ആ ഭാഷ ഇവിടെ വന്ന് കുത്തിയിരുന്നു കുറേ കഴിഞ്ഞ് പോയതല്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ വരുന്ന പ്രയാസപ്പെടുന്ന തൊഴിലാളിക്ക് സ്ഥിരമായി തൊഴിൽ കിട്ടുന്ന കൂലി കിട്ടുന്ന ഉള്ള ഒരു സംവിധാനമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലാഭമില്ലെങ്കിലും നഷ്ടത്തിലില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. അല്ല, അതെ ലാഭമല്ല ഇതിൽ പ്രധാനം. നമ്മൾ തൊഴിലാളിയുടെ തൊഴിലാണ്, അവർക്ക് തൊഴിലും പണിയെടുക്കുന്നവർക്ക് കൂലിയും കൃത്യമായി കിട്ടുക എന്നുള്ളതാണ്. അല്ലെ, LDF സർക്കാർ ഭരിക്കുമ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു സംവിധാനം വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കാര്യമല്ലേ, ഈ LDF ഗവൺമെൻറ് വന്നില്ല, ഇതിനു മുമ്പേ ഇവിടുത്തെ പരമ്പരാഗത വ്യവസായം എല്ലാം എല്ലാം പോയിട്ടുണ്ടാവും. ക്ലേ അന്നേ പൂട്ടിയിട്ടുണ്ടാവും, കയറ് പൂട്ടിയിട്ടുണ്ടാവും, കൈത്തറി പൂട്ടിയിട്ടുണ്ടാവും, പലതും പൂട്ടിണ്ടാവും. ഗവൺമെൻറ് ഇതിനെ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരുന്നത്. പക്ഷേ ഗവൺമെൻറ് പ്രതിസന്ധി വന്നപ്പോഴാണ് നമ്മൾ പ്രയാസത്തിലായത്. അതാണ് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം മുമ്പേ പൂട്ടും വേറൊരു ഗവൺമെൻറ് ആണെങ്കിൽ ഉറപ്പ്. നമ്മുടെ ഈ സംഭാഷണം ഏറ്റവും ശ്രദ്ധാപൂർവം നോക്കുന്നത് ഈ ഹാൻഡ് വേവിലെ തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ ആയിരിക്കും. അവർക്ക് ശമ്പള കുടിശ്ശിക ഉണ്ട്, അത് നമുക്ക് എപ്പോഴാണ് കൊടുത്തു തീർക്കാൻ കഴിയുക എന്നെങ്കിലും നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ? ഓണത്തിന് മുമ്പായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണത്തിന് മുമ്പായിട്ട് അവർക്ക് കൂലി ശമ്പളവും കൊടുക്കാൻ കഴിയണം. അതിനുവേണ്ടി ശ്രമം നടത്തുന്നതിന് കുറേ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. എല്ലാ സ്ഥലത്തും ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. എന്നാലും ഓണത്തിന് മുമ്പായിട്ട് അവരോടെല്ലാം ഇപ്പോൾ തൊഴിലാളികൾ വളരെ വിഷമത്തിലാണ് എന്നോട് വന്ന് പറയുന്നത്. അവരെനിക്ക് ഒരു വഴക്കും പറയാൻ പറ്റില്ല, കാരണം അവരെ പ്രയാസം എനിക്കറിയാം. 6 മാസം തൊഴിൽ കിട്ടാതെ തൊഴിലാളി കുട്ടിക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കാനില്ല വീട്ടിൽ, അവരത് പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. ശമ്പളം കിട്ടാതെ ഇവിടെ ശമ്പളം കിട്ടാതെ ജീവനക്കാരൻ വന്നിട്ട് ശമ്പളം ഇല്ലാതെ വരുമ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് പരിഹരിക്കൽ, അത് ഓണത്തിന് മുമ്പേ പരിഹരിച്ചാലേ ഒരു ഓണം എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കാൻ കഴിയും. അതിനുള്ള ശ്രമത്തിലാണ് ഞാനുള്ളത്. പരമാവധി ഓണത്തിന് മുമ്പായിട്ട് ഒരു ഹാപ്പിനെസ് നമ്മൾ തൊഴിലാളികൾക്ക് ഉണ്ടായി കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത്രയും വലിയ പ്രതിസന്ധിയിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ വയനാട്ടിൽ വലിയ തോതിലുള്ള ഒരു ദുരന്തം സംഭവിക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ ആ കണ്ണീരിനൊപ്പവും ഹാൻഡ് വീവിന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 4 ലക്ഷത്തിലധികം രൂപയുടെ വസ്ത്രങ്ങൾ അവിടെ, തുണിത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട്. ഒരു മാനുഷിക പരിഗണനയാണ്. നിങ്ങൾ അവരെക്കാൾ വലിയ ദുരിതത്തിലാണ് നിങ്ങളുള്ളത്. എന്താണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? അതെ, ആ വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ സമാനമായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 500 ആൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 150 ആളെ കാണാനില്ല എന്ന് പറഞ്ഞു മരിച്ച കൂട്ടത്തിൽ തന്നെ മറ്റിനെ വേണ്ടി അവരെ കിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായാലും നമ്മൾ കഞ്ഞി കുടിക്കാൻ വെച്ചതായാലും ആ മരിച്ച കുടുംബത്തെയും ആ നാട് മുഴുവൻ നഷ്ടപ്പെട്ട ആ ജനതയെയും നമ്മളാൽ കഴിയുന്നത് വെച്ച് സഹായിക്കുക എന്നുള്ളൊരു നിലപാട് നമ്മൾ സ്വീകരിച്ചത് മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടാണ്. അതാണ് നമ്മൾ സ്വീകരിച്ചത്. തീർച്ചയായും നമ്മളൊരു പങ്കും കൂടി അതിൽ വേണം. അവരുടെ കൈത്താങ്ങായി കൊടുക്കുമ്പോൾ നമ്മളൊരു പങ്കും കൂടെ വേണം. നമ്മൾ കൊതുവലകൾ കൊടുത്തയച്ചു, മറ്റ് തുണിത്തരങ്ങൾ കൊടുത്തയച്ചു. അതൊക്കെ നമ്മളിലുള്ളതാണ്, നമുക്ക് കൊടുക്കണം. നമുക്ക് ശമ്പളം നാളെ കിട്ടും, പക്ഷേ അവർക്ക് ഇത് നാളെ കിട്ടില്ല. അവർ ജീവൻ പോയി.
അവർക്ക് സർവസ്വം നഷ്ടപ്പെട്ടു. അപ്പോൾ അവരൊക്കെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ നമ്മളൊരു ചെറിയ സഹായം എന്ന് നമ്മൾ ഉദ്ദേശിച്ചില്ല. അത് വലിയൊരു സഹായമല്ല, ചെറിയ സഹായം. അതിൽ നമ്മളും കൂടെ അതൊരു മനസ്സാക്ഷി കുത്ത് നമുക്കുണ്ടാവും. കാരണം ഞങ്ങളൊക്കെ ശമ്പളം, നമ്മൾ ജീവനക്കാർ ശമ്പളം കിട്ടാതെ ജീവനക്കാർ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാം, ഞങ്ങൾക്ക് വാങ്ങുന്ന അലവൻസും മറ്റു വരുമാനം ഒരു മാസത്തെ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളതൊരു മനുഷ്യത്വമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ക്ലയൻ സെറാമിക്സ് പോലെ ഒരു വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് ഈ സ്ഥാപനത്തെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പോഴും മാഷുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ ആത്മവിശ്വാസം ഞാൻ കൈവിടിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ നമ്മുടെ ഉയർന്ന തലത്തിലുള്ള ജീവനക്കാരുമായും ഡിസ്കഷൻ കാര്യങ്ങൾ നടത്തുമ്പോൾ മറ്റ് ജീവനക്കാരെ യൂണിയൻകാരുടെ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ എല്ലാവരോടും പറയുന്നത് നമുക്ക് പ്രതീക്ഷയ്ക്ക് ഇനി വകയുണ്ട്, പ്രതീക്ഷ കൈവിടാനില്ല, നമുക്കതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാവരും കൂടെ യോജിച്ചിരുന്ന ജീവനക്കാരും തൊഴിലാളികളും മാനേജ്മെൻറ്റും എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോയി നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും വകയുണ്ട്. അതിനനുസരിച്ച് നമ്മളെ സഹായിക്കാൻ ഗവൺമെൻറ് പ്രതിസന്ധി തീരുന്നവർക്ക് ഗവൺമെൻറ്റും ഉണ്ടാവും. ആ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് തീരുന്നവർക്ക് ഗവൺമെൻറ്റും ഉണ്ടാവും. മറ്റെല്ലാ രീതിയിലും ഇതിനെ സഹായിക്കണം. പരമ്പരാഗത വ്യവസായങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം. പ്രത്യേകിച്ച് കൈത്തറി പാവപ്പെട്ടവരുടെ അടിസ്ഥാന വർഗത്തിലാണ് കൈത്തറി പ്രതിസന്ധി പരിഹരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒന്ന് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി നമുക്ക് പണി തുടങ്ങാൻ കഴിയും. അതുപോലെ തന്നെ കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ കഴിയും. ഇതെല്ലാം കൂടെ വരുമ്പം നമുക്ക് ഈ രംഗത്ത് നല്ല ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പ്രതീക്ഷ കൈവിടുന്നില്ല. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉള്ളത്. ആ പ്രതീക്ഷയ്ക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ്. വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാൻ കഴിയില്ല. ഏതാണ്ട് 11 കോടിയോളം രൂപ സർക്കാരിൽ നിന്നും ഹാൻവീവിന് കിട്ടാനുണ്ട്. ഈ തുക കിട്ടിയാൽ തന്നെ ഒരു പരിധിവരെ ഇവരുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടും. 11 കോടി എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയായി നമുക്ക് കാണാൻ കഴിയില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ തുകയാണ്. ആ തുക നൽകാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചാൽ തന്നെ ഹാൻവീവ് എന്ന കൈത്തറി തൊഴിലാളികളുടെ പ്രതീക്ഷയായ ഈ സ്ഥാപനം നിലനിർത്താൻ കഴിയും. ഹാൻവീവിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു തൊഴിൽ സമൂഹത്തെ, ഒരു തൊഴിലാളി സമൂഹത്തെ നിലനിർത്തുക എന്നതുകൂടിയാണ്. പരമ്പരാഗത നെയ്ത്ത് തൊഴിലാളികളെ ഇന്ന് കിട്ടാനില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൈത്തറി മേഖലയിൽ നിന്നും തൊഴിലാളികൾ മറ്റ് മേഖലകളിലേക്ക് പോകുന്നത്. കണ്ണൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന സ്തംഭമായി നിൽക്കുന്ന ഒന്നാണ് കൈത്തറി. അതിനെ നിലനിർത്താൻ സർക്കാരിനും ബാധ്യതയുണ്ട്. വൈവിധ്യവൽക്കരണം മാത്രമാണ് ഈ മേഖലയെ പിടിച്ചു നിർത്താനുള്ള ഏക പോംവഴി. ഇവിടെ മാർക്കറ്റിംഗ് കോംപ്ലക്സ് അടക്കം വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അതിനെയൊക്കെ അവർ നോക്കിക്കാണുന്നത്. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു കൈത്താങ്ങ് അനിവാര്യവുമാണ്. അത് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉള്ളത്. അദ്ദേഹം പറയുന്നത് പോലെ ആത്മവിശ്വാസം കൈവിടാതെ അവർ മുന്നോട്ട് പോവുകയാണ്. ഈ തൊഴിലാളികളെയും ജീവനക്കാരെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം പറയുന്നത് ഈ തൊഴിലാളികളെ കൂടി കണ്ടുകൊണ്ടാണ്, നെയ്ത്ത് മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ്. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഹാൻവീവിന്റെ മാത്രം പ്രശ്നമല്ല, സർക്കാർ കൂടി ആ കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് ചെയർമാൻ വ്യക്തമാക്കുന്നത്. വൈവിധ്യവൽക്കരണത്തിലൂടെ നമ്മൾ മുന്നോട്ട് കുതിക്കും എന്ന് അദ്ദേഹം പറയുന്നത് ക്ലേ ആൻഡ് സെറാമിക്സിന്റെ അനുഭവം കൂടി വെച്ചുകൊണ്ടാണ്. എന്തായാലും ഹാൻവീവ് എന്ന ഈ സ്ഥാപനം, ഈ കൈത്തറി വികസന കോർപ്പറേഷൻ നിലനിർന്ന് കാണണം എന്ന് തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ആഗ്രഹിക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന സഹായം ഒരിക്കലും പാഴാകില്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിലും വിലയിരുത്തേണ്ടത്. അതിനുള്ള സഹായം സർക്കാർ നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹാൻവീവ് വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന ആശംസയോടുകൂടി നമ്മൾ കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച കാണാം. ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ ടി കെ ഗോവിന്ദൻ മാസ്റ്റർക്ക് എല്ലാവിധ ആശംസകൾ. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഹാൻവീവ് കുതിക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.